ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് ഉത്സവ വിശേഷങ്ങളായാലോ. കലവറ നിറക്കൽ ഘോഷയാത്രയിലായി എല്ലാരും കാവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ കലവറയിലേക്ക് കൊണ്ടുവന്ന ഐറ്റംസ്. ശേഷം സന്ധ്യാപൂജയാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ ആൾക്കാർ വന്നിട്ട് ഇന്ന് പ്രത്യേകിച്ച് തെയ്യങ്ങളൊന്നുമില്ല. ഇന്ന് ക്ഷേത്ര മാതൃസഭയുടെ ആഭിമുഖ്യത്തിൽ കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഭജന സമിതിന്റെ ഭജനയുണ്ട്. ഇവരെ ഇവിടുത്തെ ഭജന നമ്മളെല്ലാരും കേട്ട് ആസ്വദിക്കുമ്പോ അപ്പുറത്തുനിന്ന് ഒരു കുട്ടി നല്ല അടിപൊളിയില് ആ ഭജനക്ക് കണക്കായി ചുവട് വെച്ചിട്ട് നൃത്തം കളിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പോവാന്ന് വെച്ച്. അതുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങിയത്. ഇപ്പൊ ആവുമ്പോ അങ്ങനെ വലിയ ക്യൂ ഒന്നുമില്ല. നല്ല ചൂടുള്ള ചോറ് വിളമ്പിയതിനു ശേഷം കൂടെ അച്ചാറും വറവും അതിന്റെ കൂടെ ഇഞ്ചിക്കറിയും സാമ്പാറെല്ലാം കൂട്ടി നല്ലോണം ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡ്. ശേഷം വീണ വായനയുണ്ട്. ഈ വീണ വായിക്കുന്നത് ഒരു ഡോക്ടറും കൂടിയാണ് കേട്ടാ. ഇതാണ് നന്ദൂട്ടെ. ഓനിപ്പ ഇങ്ങനെ തുള്ളിക്കൊണ്ട് ഈടെ വന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഓന്റെ അമ്മയാണ് വീണ വായിക്കുന്നത്. അതാണ് ഓൻ ഇവിടുന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാരും ആ വീണ വായന ആസ്വദിച്ചിട്ട് ഇരിക്കുന്നു. വീണ വായനയെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുവാതിരയാണ് ഉണ്ടായത്. തിരുവാതിര ഒരുപാട് ടീമുകളെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇടാ ഭജനയും തിരുവാതിരയും വീണ വായനയെല്ലാണ് നടന്നത്. നാളെയാണ് തെയ്യം. ബാക്കി തെയ്യ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇവിടെ കണ്ട നിങ്ങള്, അതായത് 16-ാം തീയതി രാത്രി 11 മണിക്ക് ശേഷം, അതായത് 12 മണിയാവുമ്പോൾ ഈടെ കൂടുന്ന ആൾക്കാരെ കണ്ട് നിങ്ങൾ ഞെട്ടറ് അല്ലേ? ഈടാന്ന് വെച്ചാൽ ജനസാഗരമായിരിക്കും. കടല്, യഥാർത്ഥ കടല്. അരി എറിഞ്ഞാൽ നിലത്ത് പോവില്ല, അത്രപ്പാട് ജനങ്ങളുണ്ടാവും. പുലിമറിഞ്ഞ തൊണ്ടച്ചനെ കാണാൻ വേണ്ടി.